ഇന്ന് നമുക്ക് ഒരു ആടിൻ്റെ കുടലും ബോട്ടിയും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താലോ. അതിനായിട്ട് നന്നായിട്ട് കട്ട് ചെയ്ത് വാഷ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാനിൽ വെള്ളം വെച്ച് അതൊന്ന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. തിളപ്പിച്ചെടുത്താൽ അതിൻ്റെ വേസ്റ്റൊക്കെ ഒഴിവാകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ശേഷം ഇതേപോലെ ആ വേസ്റ്റൊക്കെ പുറത്ത് വരും. അപ്പോൾ അതൊക്കെ നമുക്കൊന്ന് ഒഴിവാക്കിയെടുക്കാം. വേസ്റ്റ് കംപ്ലീറ്റ് ഒഴിവാക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമുള്ള സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ കുറച്ച് മല്ലിയില, ഇതൊന്നും നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് റെഡിയാക്കി കൊണ്ടുവരാം. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കുക്കർ എടുത്ത് നമ്മൾ ആദ്യം വേവിച്ച് വെച്ച കുടലും ബോട്ടിയും അതിലേക്കിടാം. അതിന് ശേഷം നമുക്ക് കുറച്ച് സവാള അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം തക്കാളി കട്ട് ചെയ്തത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് മല്ലിയില അത് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കല്ലുപ്പ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് കുരുമുളക് പൊടിച്ചത് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളെ ചാനൽ കാണുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെ സപ്പോർട്ടാണ് നമ്മളെ ഊർജം. അതിൽ നമുക്ക് സ്പൈസസുകൾ, ഏലക്കായ, കരയാമ്പൂവ്, കറുകപ്പട്ട എല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ അതിൽ നമുക്ക് മല്ലിപ്പൊടി, ലേശം മഞ്ഞൾപ്പൊടി അത് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് കുരുമുളക് പൊടി അത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിരിക്കുന്നത് നല്ലതാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഈ കുരുമുളകിൻ്റെ എരിവാണ് ഇതിലേക്ക് ആവശ്യം. പിന്നെ കുറച്ചും കൂടെ ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എല്ലാം കൂടി ഒന്ന് പച്ചമണം മാറുന്നവരെ ഒന്ന്, മസാലയുടെ പച്ചമണം ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച കുടലും ബോട്ടിയും കൂടി അതിൽ മിക്സ് ചെയ്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഒന്ന് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കുക. അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടാവും ചെറുതായിട്ട്, അതൊക്കെ ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് മൂടി വെച്ചത്. അതാണ് ചെറുതായിട്ട് വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞ് ഇനി അതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ ചെയ്യാൻ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും. അപ്പോൾ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് ശരിക്ക് വലിയുന്നവരൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഒരു നമ്മൾ വെള്ളമൊക്കെ ശരിക്ക് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് സെർവ് ചെയ്തെടുക്കാം. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി അടുത്ത വീഡിയോ